എല്ലാവർക്കും നമസ്കാരം. ജീവിതം ഒരു അവസാനമില്ലാത്ത ചക്രമാണെന്ന് നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും തോന്നിയിട്ടുണ്ടോ? നമ്മൾ കർമ്മം ചെയ്യുന്നു, അതിൻ്റെ ഫലങ്ങൾ വരുന്നു, ആ ഫലങ്ങൾ വീണ്ടും പുതിയ ആഗ്രഹങ്ങൾ സൃഷ്ടിക്കുന്നു, പുതിയ ഭയങ്ങൾ, പുതിയ സംഘർഷങ്ങൾ, വീണ്ടും പുതിയ കർമ്മങ്ങൾ, ഇങ്ങനെ ജന്മം തോറും ഈ ചക്രം തുടരുന്നു. വേദാന്തം ഇതിനെ വിളിക്കുന്നത് കർമ്മ ബന്ധനം എന്നാണ്. നിങ്ങളുടെ സ്വന്തം കർമ്മങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന ഒരു ശക്തമായ ബന്ധനം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ് കർമ്മബന്ധം, അത് എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു, കർമ്മബന്ധനത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഭഗവത്ഗീത കാണിച്ചു തരുന്ന വഴികൾ എന്നിവയെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കർമ്മ ആൻഡ് ഫ്രീഡം എന്ന വീഡിയോ സീരീസിന്റെ 5ാമത്തെ വീഡിയോ ആണിത്. കർമ്മ നിയമങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ ഈ വീഡിയോ സീരീസിൽ വിശദീകരിക്കുന്നു. ആദ്യം നമ്മൾ കർമ്മ നിയമത്തിന്റെ 6 അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി. ആരാണ് കർമ്മം ചെയ്യുന്നത്, പുനർജന്മം എങ്ങനെ സംഭവിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. കർമ്മം ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 ഉപകരണങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ ചർച്ച ചെയ്തു. നമ്മുടെ ജീവിതത്തിന്റെ ജനനത്തിന്റെയും മരണത്തിന്റെയും രഹസ്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പങ്കുവച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വേദാന്തത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നാണ് കർമ്മബന്ധം. കർമ്മം സൃഷ്ടിക്കുന്ന ബന്ധനവും അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴികളെക്കുറിച്ചും മനസ്സിലാക്കാം. ആദ്യം നമുക്ക് കർമ്മം സൃഷ്ടിക്കുന്ന 3 തരം ബന്ധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വേദാന്തം പറയുന്നത് കർമ്മം നിങ്ങളെ പ്രധാനമായും 3 തരത്തിൽ ബന്ധിപ്പിക്കുന്നു. ആദ്യത്തെ ബന്ധനം ദ ബോണ്ടേജ് ഓഫ് ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിന്റെ ഒരു ബന്ധനമാണ്. രണ്ടാമത്തേത് ദ ബോണ്ടേജ് ഓഫ് ആക്ഷൻ, കർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബന്ധനമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ ബന്ധനമാണ് ദ ബോണ്ടേജ് ഓഫ് റിസൾട്ട്, കർമ്മഫലങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ബന്ധനങ്ങളാണിത്. ഈ 3 ബന്ധനങ്ങളും ഒരു മനുഷ്യ ജീവനെ സംസാര ചക്രവുമായി ബന്ധിപ്പിക്കുന്നു. ഇനി നമുക്ക് ഓരോന്നിനെയും കുറിച്ച് വിശദമായി മനസ്സിലാക്കാം. ആദ്യത്തെ ബന്ധനം ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിലാണ്. ഇത് കർമ്മം തുടങ്ങുന്നതിന് മുൻപ് തന്നെ തുടങ്ങുന്നു. വേദാന്തം ഇതിനെ രാഗം, ദ്വേഷം എന്നാണ് വിളിക്കുന്നത്. രാഗം എന്നാൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ആസക്തിയാണ്. ദ്വേഷം എന്നാൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു പ്രവണതയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഇതിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വാധീനത്തിലാണ് സംഭവിക്കുന്നത്. രാഗം എന്നാൽ ആസക്തി, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നേടാനുള്ള അമിതമായ ആഗ്രഹം, ഇത് കിട്ടിയാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം വരികയുള്ളൂ എന്ന മനോഭാവം, ഇതെല്ലാം വളരെ ആഴത്തിലുള്ള ഒരു കർമ്മബന്ധം സൃഷ്ടിക്കുന്നു. ഇനി ദ്വേഷം നോക്കൂ. വെറുപ്പ്, ഭയം, എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനുള്ള ആഗ്രഹം, ഇത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ മാത്രമേ എനിക്ക് സന്തോഷമോ സംതൃപ്തിയോ അനുഭവിക്കാൻ കഴിയുള്ളൂ എന്ന മനോഭാവം. ഈ 2 ശക്തികൾ ഒരു മനുഷ്യനെ അവന്റെ ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നു. ഇതൊരു കമ്പൽഷൻ ആണ്. ഇത് നമ്മളുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു. ഇതാണ് ആദ്യത്തെ കർമ്മ ബന്ധം. ഇനി നമുക്ക് അടുത്ത ബന്ധനം ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ ബന്ധനം നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതായത് കർമ്മം ചെയ്യുമ്പോൾ ആരംഭിക്കുന്നു. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ വ്യക്തമാക്കിയത് ഒരു മനുഷ്യന് കർമ്മം ചെയ്യാതെ ഇരിക്കാൻ കഴിയില്ല എന്നാണ്. അതിന്റെ കാരണവും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങൾ ജനിക്കുന്നു, പ്രാരബ്ധ കർമ്മം മൂലം നിങ്ങൾ ജനിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിക്കും. ഈ ചെയ്യുന്ന കർമ്മങ്ങൾ തീർച്ചയായും കർമ്മഫലങ്ങളെ സൃഷ്ടിക്കുന്നു. കർമ്മഫലങ്ങളെ തടയാൻ നമുക്ക് സാധിക്കില്ല. ഇനി കർമ്മ നിയമപ്രകാരം നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കണം. അപ്പോൾ നമ്മൾ നമ്മളുടെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നു. കുറെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ ജീവിതം അവസാനിക്കുന്നു. അപ്പോഴും അനുഭവിക്കാനുള്ള കർമ്മങ്ങൾ ബാക്കിയാകുന്നു. അത് അനുഭവിക്കാൻ നമ്മൾ വീണ്ടും ജനിക്കുന്നു. വീണ്ടും ഒരു പ്രാരാബ്ധമെടുത്ത് നമ്മൾ ഭൂമിയിൽ വരുന്നു. ഇനി ആ പുതിയ ജന്മത്തിൽ നമ്മൾ വീണ്ടും പുതിയ കർമ്മങ്ങൾ ആരംഭിക്കുന്നു. ഇത് അടുത്ത കർമ്മഫലങ്ങളെ സൃഷ്ടിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഇത് ഒരു വൃത്തം സൃഷ്ടിക്കുന്നു. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രമായി തീരുന്നു. ഇത് ബന്ധനത്തിന്റെ ചക്രമാണ്. ഇതിനെയാണ് സംസാര ചക്രം അല്ലെങ്കിൽ ജനന മരണ ചക്രം, അതുമല്ലെങ്കിൽ കർമ്മചക്രം എന്ന് വിളിക്കുന്നത്. ഇത് നമ്മളെ ഒരു തരത്തിൽ ഇവിടെ ബന്ധിപ്പിക്കുന്നു. ഇനി ഈ കർമ്മചക്രത്തിന് ഈ ഒരു പ്രശ്നം മാത്രമല്ല ഉള്ളത്. ഇതിന് വളരെ ശക്തമായ 3ാമത്തെ ഒരു ബന്ധനം കൂടിയുണ്ട്. പ്രിയമുള്ളവരെ, 3ാമത്തെ ബന്ധനം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മഫലങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ഇതിന് തൊട്ടു മുൻപിലത്തെ വീഡിയോയിൽ നമ്മൾ അത് വിശദീകരിച്ചിട്ടുണ്ട്.
3 തരം കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമ കർമ്മങ്ങൾ. നമ്മൾക്കറിയാം നമ്മുടെ അനേക ജന്മങ്ങളിലെ അദൃഷ്ട ഫലങ്ങൾ, അതായത് നമ്മൾ അനുഭവിക്കാൻ പെൻഡിങ് ആയിട്ടുള്ള കർമ്മഫലങ്ങൾ ഉണ്ട്. ഇതിനെയാണ് സഞ്ചിതം എന്ന് വിളിക്കുന്നത്. അത് പുണ്യ പാപ ഫലങ്ങളുടെ ശേഖരണമാണ്. ഈ സഞ്ചിതത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ വേണ്ടി നമ്മൾ ജനിക്കുന്നു. അതാണ് പ്രാരബ്ധ കർമ്മം. ഇനി പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പുതിയ കർമ്മങ്ങൾ ചെയ്യും. അതാണ് ആഗാമി കർമ്മം. പ്രിയമുള്ളവരെ, ഇവിടെ ഞാൻ വിശദീകരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ദയവായി നമ്മുടെ പഴയ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്താണ് സഞ്ചിതം, എന്താണ് പ്രാരാബ്ധം, എന്താണ് ആഗാമി, ഈ കർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ വളരെ ലോജിക്കലായി വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോ സീരീസിലെ വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കൂ, ഈ ആഗാമി കർമ്മം സൃഷ്ടിക്കുന്ന അദൃഷ്ട ഫലങ്ങൾ വീണ്ടും സഞ്ചിതത്തിലേക്ക് പോകുന്നു. ഇവിടെ തന്നെ ചെറിയൊരു സൈക്കിൾ രൂപപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സഞ്ചിത കർമ്മം പൂർണ്ണമായും അനുഭവിച്ചു തീരണം, അല്ലെങ്കിൽ ഇല്ലാതാകണം. എന്നാൽ അത് വളരെ വളരെ അസാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കൂ, നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ ഉണ്ട്. അതിൽ നിന്ന് ചെറിയൊരു ഭാഗം ലഭിക്കുന്നു. അതാണ് പ്രാരബ്ധ കർമ്മം. നമ്മളൊരു ജീവിതം തുടങ്ങുന്നു. ആ ജീവിതത്തിൽ കുറെ കർമ്മങ്ങൾ ചെയ്യുന്നു. അതിലെ അദൃഷ്ട ഫലങ്ങൾ വീണ്ടും സഞ്ചിതത്തിലേക്ക് വരുന്നു. നമ്മുടെ കാലയളവ് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു. ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത്, നമ്മുടെ ഓരോ ജന്മങ്ങൾ കഴിയും തോറും അതിലെ അദൃഷ്ട ഫലങ്ങൾ സഞ്ചിതത്തിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സഞ്ചിതം കുറയുകയല്ല, മറിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സഞ്ചിതം കൂടിയാൽ നിങ്ങളുടെ ജന്മങ്ങളും കൂടും. അപ്പോൾ പിന്നെ മോക്ഷം അസാധ്യമായി തീരുന്നു. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തിന്റെ ബന്ധനം. കാരണം നമ്മുടെ സഞ്ചിത കർമ്മങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു. ഈ സഞ്ചിത കർമ്മങ്ങൾ അനുഭവിക്കാൻ നമ്മൾ പ്രാരബ്ധ കർമ്മങ്ങൾ എടുക്കുന്നു. അത് ആഗാമി കർമ്മങ്ങളിലേക്കും, ആഗാമി കർമ്മങ്ങൾ തിരിച്ച് വീണ്ടും സഞ്ചിത കർമ്മങ്ങളിലേക്കും പോകുന്നു. ഇത് മോക്ഷം എന്നതിനെ അസാധ്യമാക്കി തീർക്കുന്നു. കർമ്മത്തിന്റെ 3 ബന്ധനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. കർമ്മം ചെയ്യാതെ ഇരിക്കാൻ മനുഷ്യന് സാധിക്കില്ല. നമ്മൾ നിസ്സഹായരാണ്. കർമ്മം ചെയ്താൽ കർമ്മബന്ധം തീർച്ചയായും ഉണ്ട്. സത്യത്തിൽ നമ്മൾ മനുഷ്യർ ഒരു വല്ലാത്ത കുരുക്കിലാണ് വന്നു പെട്ടിരിക്കുന്നത്. ഈ സംസാര ചക്രത്തിൽപ്പെട്ട് നമ്മൾ ജനിച്ചും ജീവിച്ചും ദുഃഖിച്ചും മരിച്ചും വീണ്ടും ജനിച്ചും ജന്മജന്മാന്തരങ്ങൾ തള്ളി നീക്കുന്നു. എങ്ങനെ നമുക്ക് മോക്ഷം നേടാൻ കഴിയും? എങ്ങനെ നമുക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയും? ഈ കർമ്മചക്രത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയും? സംസാരത്തിന്റെ ചുഴിയിൽ മുങ്ങി താഴുന്ന നമുക്ക് പിടിക്കാൻ കഴിയുന്ന പ്രത്യാശയുടെ കരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. ഭഗവാൻ കൃഷ്ണന്റെ കരങ്ങൾ നമ്മളെ ഈ സംസാരത്തിന്റെ ചുഴിയിൽ നിന്ന് മോചിപ്പിക്കും. ഈ മനുഷ്യരാശിക്ക് മുഴുവൻ മോക്ഷത്തിനു വേണ്ടിയും കർമ്മബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിനു വേണ്ടിയും രചിച്ചതാണ് ശ്രീമദ് ഭഗവത്ഗീത. എങ്ങനെയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ നമ്മുടെ കർമ്മബന്ധങ്ങളെ ഇല്ലാതാക്കുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ 3 ബന്ധനങ്ങൾ മനസ്സിലാക്കി. ഈ 3നും വ്യക്തമായ പരിഹാരം ഭഗവത്ഗീതയിൽ പറയുന്നു. ആദ്യത്തേത് കർമ്മയോഗം. ആദ്യത്തെ കർമ്മബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് കർമ്മയോഗം. ഇത് നമ്മുടെ രാഗത്തെയും ദ്വേഷത്തെയും കുറയ്ക്കുന്നു. അതിന്റെ സ്വാധീനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു. അടുത്തത് ഉപാസന. ഉപാസനയുടെ ലക്ഷ്യം നമ്മളെ കർമ്മഫലങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നാണ്. അവസാനമായിട്ടുള്ളതാണ് ആത്മജ്ഞാനം. ജ്ഞാനമാകുന്ന അഗ്നി നമ്മുടെ സഞ്ചിത കർമ്മങ്ങളെ കത്തിച്ച് ചാരമാക്കുന്നു, ഭസ്മരൂപമാക്കുന്നു, നമുക്ക് മോക്ഷം നൽകുന്നു. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും വിശദമായി മനസ്സിലാക്കാം. ആദ്യം കർമ്മയോഗം എന്താണെന്ന് നോക്കാം. ഭഗവത്ഗീത കർമ്മബന്ധനത്തിന് ആദ്യം പരിഹാരമായി നൽകുന്നതാണ് കർമ്മയോഗം. ആദ്യത്തെ ബന്ധനം കർമ്മം ചെയ്യുന്നതിന് മുൻപേ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നു. രാഗം, ദ്വേഷം, നമ്മൾ അത് കണ്ടു കഴിഞ്ഞു. കർമ്മയോഗം കർമ്മത്തെ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, മറിച്ച് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും ആത്മീയ സാധനകളാക്കി മാറ്റാൻ സഹായിക്കുന്നു. സ്വന്തം സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി രാഗദ്വേഷത്തിന്റെ സ്വാധീനത്താൽ ഫലാസക്തിയോടെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ കർമ്മ ബന്ധനത്തിലേക്ക് നയിക്കുന്നു. എന്നാൽ എനിക്ക് വേണ്ടിയല്ല, ധർമ്മത്തിനു വേണ്ടി, ഈശ്വരന് വേണ്ടി അർപ്പണ ബുദ്ധിയോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മളെ കർമ്മബന്ധത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. അതാണ് ഈശ്വര അർപ്പണ ബുദ്ധി.
ഭഗവാൻ കൃഷ്ണൻ ഇതിനെ യജ്ഞം എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. 3-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ ശ്ലോകം പറയുന്നത് എന്താണെന്ന് നോക്കാം. യജ്ഞാർത്ഥാൽ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗസമാചരാ. ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, അർജുന, കർമ്മബന്ധത്തിന്റെ പ്രധാന കാരണം മനുഷ്യർ യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യാത്തതാണ്. എന്നാൽ നീ ഇതിൽ നിന്ന് വ്യത്യസ്തനായി യജ്ഞഭാവത്തിൽ ഈശ്വര അർപ്പണഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്താൽ നിനക്ക് കർമ്മബന്ധനത്തിൽ നിന്ന് മോചനം നേടാം. യജ്ഞഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അഹങ്കാരത്തെ കുറയ്ക്കുന്നു, രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കുന്നു, ഫലത്തിനോടുള്ള ആസക്തി കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഘട്ടം മനസ്സിന്റെ ശുദ്ധീകരണമാണ്. ഇനി നമുക്ക് അടുത്ത മാർഗം നോക്കാം. അതാണ് ഉപാസന. ശുദ്ധമായ മനസ്സിനെ ഈശ്വരനിലേക്ക് അടുപ്പിക്കുന്നതാണ് ഉപാസന. വേദാന്തം നൽകുന്ന 2-ാമത്തെ പരിഹാരമാണ് ഉപാസന. ഉപാസന എന്നാൽ കർമ്മങ്ങളിലൂടെ ഈശ്വരനുമായി കൂടുതൽ അടുക്കാനുള്ള മാർഗമാണ്. ഭക്തി, ആരാധന, ഈശ്വര ചിന്ത ഇതെല്ലാം നമുക്ക് മനസ്സിന് ശാന്തി നൽകുന്നു. 2-ാമത്തെ കർമ്മബന്ധം എന്നത് കർമ്മം ചെയ്യുമ്പോൾ ഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ കർമ്മയോഗത്തിലൂടെ കർമ്മം ചെയ്യുന്ന നമ്മുടെ മനോഭാവം മാറുന്നു. സ്വന്തം നേട്ടങ്ങൾക്കോ സ്വന്തം താല്പര്യങ്ങൾക്കോ വേണ്ടി ചെയ്യാതെ ഒരു ചെറിയ കർമ്മം പോലും അല്ലെങ്കിൽ ചെറിയ ഒരു പ്രവൃത്തി പോലും ഈശ്വരനിലേക്ക് സമർപ്പിച്ച് നമ്മൾ ചെയ്യുന്നു. ഭഗവാൻ കൃഷ്ണൻ 9-ാമത്തെ അധ്യായത്തിലെ 27-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, യത് കരോഷി യദസ്നാസി യജ്ജുഹോഷി തദാസി യത് യത്തപസ്യസി കൗന്തേയ തത്കുരുഷ്വാമദർപ്പണം. ഈ ശ്ലോകത്തിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, യത് കരോഷി, നീ ചെയ്യുന്ന ഏത് കർമ്മവും അത് എത്ര ചെറിയതോ വലിയതോ ആകട്ടെ, യത് അശ്നാസി, നീ ഉള്ളിലേക്ക് എടുക്കുന്ന ഏത്, അത് ഭക്ഷണമോ കാഴ്ചയോ എന്തോ ആവട്ടെ, യത് ജുഹോഷി, നീ ചെയ്യുന്ന ഓരോ പൂജയും യജ്ഞയും, യത് തപസ്യാസി, നീ ചെയ്യുന്ന വഴിപാടുകളോ ആത്മീയ സാധനകളോ എല്ലാം, തത് കുരുഷ്വ, അതെല്ലാം മദർപ്പണം എന്നാണ് പറയുന്നത്. എനിക്ക് വേണ്ടി സമർപ്പിക്കൂ അർജുന എന്ന് പറയുന്നു. എനിക്ക് വേണ്ടി ചെയ്യുന്നത് പോലെ ചെയ്യൂ എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളോ വലിയ കാര്യങ്ങളോ അതെല്ലാം തന്നെ നമ്മുടെ ജീവിതം മുഴുവൻ തന്നെ എല്ലാ കർമ്മങ്ങളും ഈശ്വര അർപ്പണത്തോടു കൂടി നമ്മൾ ചെയ്യണം എന്നാണ്. ഉപാസന മനോഭാവത്തോടു കൂടി ചെയ്യണമെന്നാണ്. അത് ഒരിക്കലും കർമ്മഫലം ഉണ്ടാക്കില്ല. അപ്പോൾ നമുക്ക് കർമ്മഫലങ്ങളിൽ നിന്ന് ഇവിടെ രക്ഷ നേടാൻ സാധിക്കും. ഇനി നമ്മൾ അവസാനത്തെ പരിഹാരം കാണാം. കർമ്മബന്ധത്തിനുള്ള അന്തിമ പരിഹാരമാണ് ആത്മജ്ഞാനം. നമ്മൾ അവസാനം കണ്ട കർമ്മബന്ധനം നമ്മുടെ സഞ്ചിത കർമ്മത്തിന്റെ കൂടി വരുന്നതാണ്. ആ സഞ്ചിത കർമ്മം മുഴുവൻ അനുഭവിച്ച് നമുക്ക് മോക്ഷത്തിലെത്തുക എന്നത് അസാധ്യമാണ്. കാരണം ഓരോ ജന്മം കഴിയുന്തോറും സഞ്ചിത കർമ്മം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു മനുഷ്യന്റെ ഏത് ബന്ധനവും അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണെന്ന് വേദാന്തം പറയുന്നു. സത്യത്തിൽ ഈ സഞ്ചിത കർമ്മം എന്നത് നിങ്ങളുടെ അജ്ഞാനത്തിന്റെ ഒരു ശേഖരം കൂടിയാണ്. ഇവിടെ ആത്മജ്ഞാനത്തിനെ ഒരു അഗ്നിയോടാണ് ഭഗവാൻ കൃഷ്ണൻ ഉപമിച്ചിരിക്കുന്നത്. എത്ര വലിയ വിറകും അഗ്നി ഭസ്മമാക്കുന്നത് പോലെ എത്ര വലിയ അജ്ഞാനവും ജ്ഞാനമാകുന്ന അഗ്നി കത്തി ചാമ്പലാക്കുന്നു. 4-ാമത്തെ അധ്യായത്തിലെ 37-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യദൈദാംസി സമിഗ്നോഗ്നിർ ഭസ്മസാത് കുരുതേർജുന ജ്ഞാനാഗ്നി സർവകർമാണി ഭസ്മസാത് കുരുതേ തദാ. ഇവിടെ കൃഷ്ണൻ പറയുന്നത് ഏതാംസി എന്നാൽ വിറക് എന്നാണ് അർത്ഥം. വലിയ വിറക് കൊള്ളികൾ. സമിഗ്നോഗ്നിർ അഗ്നി, അതായത് തീയ് എങ്ങനെയാണോ വലിയ വലിയ വിറക് കൊള്ളികളെ ഭസ്മമാക്കി മാറ്റുന്നത്, തഥാ അതേപോലെ സർവ കർമാണി, നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനാഗ്നി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കൂ, ജ്ഞാനാഗ്നി എന്നാൽ ദ ഫയർ ഓഫ് സ്പിരിച്വൽ വിസ്ഡം. അതായത് നമ്മുടെ ജ്ഞാനമാകുന്ന അഗ്നി അജ്ഞാനത്തെ മുഴുവനും ഭസ്മമാക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ബന്ധനങ്ങൾക്കും കാരണം അജ്ഞാനമാണ്. നമ്മുടെ സഞ്ചിത കർമ്മവും അജ്ഞാനമാണ്. അജ്ഞാനമാണ് നമ്മളെ വീണ്ടും വീണ്ടും കർമ്മചക്രത്തിലേക്ക് ജനിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ജ്ഞാനമാകുന്ന ആത്മജ്ഞാനമാകുന്ന അഗ്നി ആ അജ്ഞാനത്തെ മുഴുവനും ഭസ്മമാക്കി തീരുന്നു.
1000 വർഷം ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരു മുറി ഒരു ദീപം പ്രകാശിക്കുന്ന നിമിഷത്തിൽ ഇരുട്ട് മാറുന്നത് പോലെ ജന്മജന്മാന്തരങ്ങളിലെ സഞ്ചിതം ആത്മജ്ഞാനം വരുന്ന നിമിഷം കത്തി ചാമ്പലാവുന്നു, ഭസ്മ തുല്യമാവും. ഇതാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ 3 കർമ്മബന്ധങ്ങൾക്കുള്ള 3 പരിഹാരം കണ്ടു കഴിഞ്ഞു. ഇനി ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. അതാണ് ഭഗവത്ഗീതയുടെ ഉപദേശ ശ്ലോകത്തിന്റെ അവസാന ശ്ലോകം. അതെന്താണെന്ന് നോക്കാം. 18ാമത്തെ അധ്യായത്തിലെ 66ാമത്തെ ശ്ലോകമാണിത്. ഇതിനെ ചരമ ശ്ലോകം എന്നാണ് വിളിക്കുന്നത്. കാരണം ഈ സംസാര ചക്രത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്താൻ ഭഗവാൻ കൃഷ്ണൻ തരുന്ന ഉറപ്പാണ് ഈ ശ്ലോകം. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഭഗവത്ഗീതയുടെ എല്ലാ സാരാംശവും ഈ ശ്ലോകത്തിൽ അടങ്ങിയിട്ടുണ്ട്. സർവധർമാൻ പരിത്യജ്യ, അർജുന, അഹങ്കാരത്തോടെ രാഗദ്വേഷയുക്തമായി നീ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും കർമ്മഫലങ്ങളും ഉപേക്ഷിക്കൂ. മാം ഏകം ശരണം വ്രജ, എന്നെ മാത്രം ശരണം പ്രാപിക്കൂ. അഹം, ഞാൻ, ത്വാം, നിന്റെ, സർവ പാപേഭ്യോ, എല്ലാ ദുഃഖങ്ങളും മാറ്റുന്നതാണ്. മോക്ഷ ഇഷ്യാമി, നിനക്ക് ഞാൻ മോക്ഷം പ്രദാനം ചെയ്യാം, നിന്നെ ഞാൻ മോക്ഷത്തിലേക്ക് നയിക്കാം. മാ ശുചഃ, നീ ഒരിക്കലും ദുഃഖിക്കേണ്ട. പ്രിയമുള്ളവരെ, ഇതുപോലെ ഒരു ഉറപ്പ് ഭഗവാൻ കൃഷ്ണനല്ലാതെ ആർക്കാണ് തരാൻ കഴിയുക? ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നോക്കാം. വേദാന്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് കർമ്മ ബന്ധനമാണ്. 3 തരത്തിലുള്ള ബന്ധനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഈ കർമ്മങ്ങൾ ആരെയാണ് ശരിക്കും ബന്ധനസ്ഥനാക്കുന്നത്? ഈ ചോദ്യം തീർച്ചയായും നമ്മളെ മോക്ഷത്തിൽ എത്തിക്കും. കാരണം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആരെയാണ് കർമ്മം ബന്ധിപ്പിക്കുന്നത് എന്നാണ്. നമുക്ക് ആദ്യം നമ്മുടെ പ്രശ്നങ്ങളെ ഒന്നൊന്നായി നോക്കാം. ജനനം, നമ്മൾ ജനിക്കുന്നു, കർമ്മം ചെയ്യുന്നു, തീർച്ചയായും കർമ്മഫലങ്ങൾ വരുന്നു. അത് നമ്മളെ സംസാര ചക്രത്തിൽ ബന്ധിപ്പിക്കുന്നു. നമ്മൾക്ക് മരണം സംഭവിക്കുന്നു. പ്രാരബ്ധ കർമ്മം കഴിയുമ്പോൾ നമ്മുടെ മരണം സംഭവിക്കുന്നു. സ്ഥൂല ശരീരം മരിക്കുന്നു, സൂക്ഷ്മ ശരീരം അടുത്ത ജന്മത്തിലേക്ക് പോകുന്നു. വീണ്ടും പുനർജന്മം സംഭവിക്കുന്നു. പ്രാരബ്ധ കർമ്മം നമുക്കുണ്ട്, സഞ്ചിത കർമ്മം നമുക്കുണ്ട്, അവസാനമായി നമുക്ക് കർമ്മ ബന്ധവും ഉണ്ട്. ഇനിയാണ് ചോദ്യം, ഈ പ്രശ്നങ്ങളെല്ലാം ഉള്ളത് ആർക്കാണ്? വേദാന്തം അതിനെ വിളിക്കുന്നത് ജീവൻ എന്നാണ്. ദ ലിമിറ്റഡ് ഐ, അതായത് നിങ്ങളുടെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ചേർന്നതാണ് ജീവ. ഈ ജീവൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്ന വ്യക്തിയാണ്, അതായത് മനസ്സും ശരീരവുമുള്ള ദ ലിമിറ്റഡ് ഐ. എന്നാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒന്നും ബാധിക്കാത്ത ഒന്നാണ് നമ്മുടെ ആത്മസ്വരൂപം. അതിനെ വേദാന്തം വിളിക്കുന്നത് ആത്മ എന്നാണ്. സച്ചിദാനന്ദ ആത്മ, നിങ്ങളുടെ ശുദ്ധ ചൈതന്യം. ഇത് ജനനത്തിനും മരണത്തിനും അപ്പുറമാണ്. കർമ്മഫലങ്ങളും കർമ്മബന്ധവും ആത്മാവിനെ ബാധിക്കുന്നില്ല. സംസാര ചക്രങ്ങളിലോ മറ്റ് ഒരു തരത്തിലുള്ള ബന്ധനങ്ങളിലോ പെടാത്ത പ്യുവർ കോൺഷ്യസ്നസ് ആണിത്, ശുദ്ധ ചൈതന്യം. ഇതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം, യഥാർത്ഥ ഞാൻ. അതാണ് ആത്മ അല്ലെങ്കിൽ ബ്രഹ്മം. പക്ഷേ എന്തുകൊണ്ട് ശുദ്ധ ചൈതന്യമായ ഞാൻ കേവലം ശരീരവും മനസ്സുമുള്ള ജീവനായി തോന്നുന്നു? വേദാന്തത്തിന്റെ വളരെ ഫേമസ് ആയ ഒരു ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത ഒരു ഉദാഹരണമാണ് വേദാന്തത്തിന്റെ കയറും പാമ്പും ഉദാഹരണം. എന്നാൽ ജീവനും ആത്മയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഒരിക്കൽ കൂടി നമുക്ക് ഈ ഉദാഹരണം ഒന്ന് നോക്കാം. ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ സന്ധ്യാസമയത്ത് നടക്കുകയാണ്. പെട്ടെന്ന് വഴിയിൽ ഒരു പാമ്പിനെ കണ്ടു. അപ്പോൾ നിങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും? ആദ്യം ഭയം, പിന്നെ ഉത്കണ്ഠ, പരിഭ്രാന്തി, ഓടി രക്ഷപ്പെടാനുള്ള തോന്നൽ എല്ലാം ഉണ്ടാവുന്നു. പക്ഷേ പ്രകാശം വന്നപ്പോൾ നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുന്നു. അത് പാമ്പല്ല, മറിച്ച് ഒരു കയറാണെന്ന് കണ്ടെത്തുന്നു. ഇവിടെ പാമ്പ് എന്നത് ഉണ്ടായിരുന്നതേ ഇല്ല. ഇനി നിങ്ങൾ ചിന്തിക്കൂ, പ്രകാശം വരുന്നതുവരെ നിങ്ങൾ ആ കയറിനെ പാമ്പായി തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ നിങ്ങളിൽ പലവിധ പ്രശ്നങ്ങൾ കൊണ്ടുവന്നു. ഇനി എന്തുകൊണ്ടാണ് കയറിനെ നിങ്ങൾ പാമ്പായി തെറ്റിദ്ധരിച്ചത്? ഇരുട്ട് മൂലം. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റിയത് എന്താണ്? പ്രകാശം. വേദാന്തം പറയുന്നത് ഇതേപോലെ അജ്ഞാനം ആത്മാവിനെ ജീവനാക്കി തെറ്റിദ്ധരിപ്പിക്കുന്നു.
അജ്ഞാനം കാരണം ശുദ്ധ ചൈതന്യമായ ലിമിറ്റ്ലെസ് കോൺഷ്യസ്നസ് കേവലം ശരീരവും മനസ്സുമുള്ള ഒരു ജീവനായി നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രശ്നങ്ങളെല്ലാം കർമ്മബന്ധവും സംസാരവും ജനനവും മരണവും എല്ലാം അവിദ്യ മൂലമാണ് സംഭവിക്കുന്നത്. ഈ സഞ്ചിതം എന്നത് തന്നെ നമ്മുടെ അജ്ഞാനത്തിന്റെ ശേഖരമാണ്. അജ്ഞാനം നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ മോക്ഷത്തിലെത്താനുള്ള ഏക മാർഗം അജ്ഞാനം നീക്കി ആത്മജ്ഞാനം നേടുന്നതാണ്. അജ്ഞാനം ഉള്ളത് കൊണ്ടാണ് ശുദ്ധ ചൈതന്യമായ ആത്മാവിനെ നമ്മൾ കേവലം സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമുള്ള ജീവനായി കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വേദാന്തം പറയുന്നത് നിങ്ങളുടെ യാഥാർത്ഥ്യം സച്ചിദാനന്ദ ആത്മാ എന്നതാണ്. അത് ഒരിക്കലും ബന്ധിക്കപ്പെട്ടിട്ടില്ല. കർമ്മബന്ധവും കർമ്മഫലവും ജീവനാണ് ഉള്ളത്. അവിദ്യ കാരണം ആത്മാവിനെ നിങ്ങൾ ജീവനായി തെറ്റിദ്ധരിക്കുന്നു. ഇരുട്ടിൽ കാണുന്ന കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്ന പോലെ അജ്ഞാനത്തിൽ കാണുന്ന ആത്മാവിനെ ജീവനായി തെറ്റിദ്ധരിക്കുന്നു. മോക്ഷം എന്നത് സ്വതന്ത്രനാവുക എന്നതല്ല, മറിച്ച് ഞാൻ ഒരിക്കലും ബന്ധിക്കപ്പെട്ടിരുന്നില്ല എന്ന് തിരിച്ചറിവാണ്. അതാണ് മോക്ഷം. അതാണ് ഭഗവത്ഗീതയുടെയും വേദാന്തത്തിന്റെയും പരമമായ ദർശനം. ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർമ്മനിയമത്തിന്റെ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.